death or life after death. So this is something that we always need to consider and think about. നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന വിഷയം ബാലൻസ് ക്രിസ്ത്യൻ ലൈഫ് എന്നുള്ള വിഷയമാണ്. അതിൽ ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 9 പോയിന്റ്സ് നമ്മൾ കണ്ടു. Over the past few sessions, we've been studying about the subject balanced Christian life, and I have covered 9 points in the subject already. ഇന്ന് നമുക്ക് അതിൻ്റെ അടുത്തൊരു പോയിന്റിലേക്ക് പോകാം. 10ാമത്തെ പോയിന്റ് ആണ്. അത് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ, വർത്തമാനകാലം ഭാവികാലം. ഇത് രണ്ടും തമ്മിലൊരു ബാലൻസ് വേണം. പ്രത്യേകിച്ച് ഞാൻ വേദപുസ്തക അടിസ്ഥാനത്തിലാണ് പറയുന്നത്. വേദപുസ്തകത്തിൽ നമ്മളെ ഇന്ന് ബാധിക്കുന്ന കാലമുണ്ട്, നാളെ സംഭവിക്കുന്ന കാര്യമുണ്ട്. പലപ്പോഴും നാളെ സംഭവിക്കേണ്ടതിന് നമ്മൾ ഇന്ന് സംഭവിച്ചു എന്നങ്ങ് നമ്മൾ അങ്ങ് ഏറ്റെടുക്കും. അതല്ല, ചിലത് നമ്മൾ നാളത്തേക്ക് നമ്മൾ കാത്തിരിക്കും. അവിടെ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാത്തൊരവസ്ഥയുണ്ടെന്നുള്ളത് സത്യമാണ്. Today, I would like to step into the 10th point of the subject, which is about present and the future. Many times, being in the present, we think about the future. So we need to strike a balance regarding present and future, and we will study from the Bible regarding this subject. പ്രത്യേകിച്ച് ഈ എസ്കറ്റോളജിക്കൽ അല്ലെങ്കിൽ കർത്താവിന്റെ വരവുമായിട്ടും ലോകാവസാനവുമായിട്ടും ഭാവി കാലത്തെ സംബന്ധിക്കുന്ന ഒത്തിരി വാഗ്ദത്തങ്ങളും മറ്റുമൊക്കെ ബൈബിളിലുണ്ട്. പക്ഷേ അതൊക്കെ പലപ്പോഴും ഇപ്പോഴേ അങ്ങ് ഫുൾഫിൽഡ് ആയി നിറവേറപ്പെട്ടു എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒത്തിരി പേര് ദൈവസഭകൾക്കുള്ളിൽ തന്നെയുണ്ട്. In particularly about eschatology and the coming of the Lord Jesus Christ and the future events that the Bible describes, there are many people who already teach and preach that those events have already happened. അതേ സമയത്ത് ഒരു കൂട്ടർ പറയുന്നു, അല്ല, അതൊക്കെ കർത്താവിന്റെ രണ്ടാം വരവിലേ സംഭവിക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. There are certain other groups that believe that no, those things will only happen after the coming of the Lord Jesus Christ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിൽ ഏതാ വിശ്വസിക്കേണ്ടത്? ഒരുപക്ഷെ നിങ്ങൾക്കും ചിന്തിക്കും, ഏതായി പറഞ്ഞു വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഉദാഹരണം പറയാം. ഇപ്പം ഹീലിംഗ്, ഡിവൈൻ ഹീലിംഗ്, ദൈവിക രോഗശാന്തി അല്ലെ? കാൽവറി ക്രൂശിലെ യേശുവിന്റെ മരണത്തിലൂടെ നമുക്ക് രോഗശാന്തി ലഭിച്ചു അല്ലെ? തന്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ നമ്മുടെ എല്ലാ രോഗവും സൗഖ്യമായോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ അത് പൂർണ്ണമായിട്ട് സൗഖ്യമാകുന്നത് കർത്താവിന്റെ വരവിലാണോ അതോ ഇപ്പോഴാണോ? അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി അല്ലെ? ഈസ് ഇറ്റ് സംതിങ് അബൌട്ട് ദ പ്രസന്റ് ഓർ ദ ഫ്യൂച്ചർ? ഇത് വല്ലാത്തൊരു കൺഫ്യൂസിങ് ആൻഡ് കോംപ്ലിക്കേറ്റിംഗ് സബ്ജക്റ്റിലാണ് ഞാൻ ഈ പോകുന്നത്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കല്ലെടുത്ത് എറിയല്ലേ പ്ലീസ്. ഞാനത് പഠിക്കാനും പഠിപ്പിക്കാനും ശ്രമിക്കുന്നതേ ഉള്ളൂ. ലെറ്റ്സ് സ്റ്റഡി ടുഗദർ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. For example, we know about the subject called healing. The Bible says, by his stripes we are already healed. So does that mean that we are already healed, or we are only going to be fully healed after his coming? ഓക്കെ, ഹീലിംഗിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. പക്ഷെ ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് വിശുദ്ധീകരണം, ഹോളിനെസ് എന്നുള്ള വിഷയം ഒന്ന് നോക്കാം. Let's study about the subject holiness. ഇൻട്രസ്റ്റിംഗ്ലി ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, we can be purified today but will be perfected only at the coming of the Lord. ഇന്ന് നമ്മളെ തന്നെ നിർമ്മലീകരിക്കാനേ പറ്റത്തുള്ളൂ, പക്ഷേ നമ്മൾ പൂർണ്ണമാക്കപ്പെടുന്നത് അത് കർത്താവിന്റെ വരവിലേ ഉള്ളൂ. അപ്പൊ ഈ പദങ്ങൾ ശ്രദ്ധിച്ചോണ്ട്, ബൈബിൾ ഇസ് വെരി ക്ലിയർ. ബൈബിളിനകത്ത് ഒരു കൺഫ്യൂഷനും ഇല്ല കേട്ടോ. നമ്മൾ അതിനെ ആരും മനസ്സിലാക്കി എടുക്കുന്നതിലാണ് പലപ്പോഴും കൺഫ്യൂഷൻ. The Bible says about being purified. So being purified today, but being perfected perfected after the coming of the Lord. അതെ, അപ്പൊ purified today, perfected tomorrow. അതാണ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഞാൻ ഇന്നൊരു വാക്യം വായിക്കാം. 1 യോഹന്നാൻ 3:3, 1 John 3:3. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ ജീവിതത്തെ തന്നെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നിർമ്മലീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു. 1 John 3:3. 1 John chapter 3 verse 3 reads, everyone who has this hope in him purifies himself just as he is pure, which implies that whoever is putting his hope in the Lord has to purify himself on a daily basis. അപ്പൊ ഇന്ന് നടക്കുന്നത് പ്യൂരിഫിക്കേഷൻ ആണ്. 1 തെസ്സലോനിക്കർ 5:23, 1 Thessalonians 5:23, 1 Thessaloniക്കർ 5:23, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ അല്ലെങ്കിൽ വിശുദ്ധീകരിക്കുമാറാകട്ടെ, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അപ്പം അവിടെ പെർഫെക്റ്റഡ് എന്നുള്ളത് പൂർണ്ണമായിട്ട് സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി കർത്താവിന്റെ നാള് വരെ
അത് കാക്കപ്പെടുമാറാകട്ടെ എന്ന് പറയുന്നത് അത് കർത്താവിന്റെ വരവിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ ഇന്ന് പ്യൂരിഫൈഡ് ആണെങ്കിൽ നാളെ അത് ഈ പറഞ്ഞ പോലെ പെർഫെക്റ്റഡ് ആണ് എന്നുള്ളതാണ് എൻ്റെ കാര്യം. 1 Thessalonians chapter 5 verse 23 reads, "May God himself, the God of peace, sanctify you through and through. May your whole spirit, soul, and body be kept blameless at the coming of our Lord Jesus Christ." So this verse implies that we are being perfected at a future stage at the coming of the Lord Jesus Christ, whereas we are being purified on a daily basis. ഇതുപോലെ തന്നെയാണ് ഹീലിംഗ്, സൗഖ്യത്തിന്റെ കാര്യവും. കാൽവറി ക്രൂശിലൂടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലഭിച്ച ബെനിഫിറ്റ്സിന്റെ ഈ പറഞ്ഞ പോലെ ഓൺലി ടു എ സർട്ടൻ എക്സ്റ്റെന്റ് വി ക്യാൻ എൻജോയ് ഇറ്റ് ഇൻ അവർ ബോഡി ടുഡേ. ഇന്നത്തെ കാലത്ത് നമ്മുടെ ശരീരത്തിൽ കാൽവറി ക്രൂശിൽ കർത്താവ് നമുക്ക് നേടിത്തന്ന ആ സൗഖ്യത്തിന്റെ അതിന്റെ പൂർണ്ണത നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം അല്ലെ. പക്ഷേ അതിന്റെ പൂർണ്ണത, ഫുൾ ബെനിഫിറ്റ് എന്തായിരിക്കും കിട്ടുന്നത്? നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നു കഴിയുമ്പോഴാണ് അതിന്റെ പൂർണ്ണത നമുക്ക് കിട്ടുന്നത്. അതുവരെ നമുക്ക് രോഗശാന്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം മരിച്ചുപോയ ആ സഹോദരി, അവൾ സത്യം പറഞ്ഞാൽ പെട്ടെന്നാണ് രോഗിയായത്, പെട്ടെന്ന് അങ്ങ് മരിച്ചുപോയി. അപ്പം ഇന്നലെ രാത്രി ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ വെളിയിൽ നിന്ന് എല്ലാവരും കൈപിടിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അവളെ കർത്താവ് സൗഖ്യമാക്കിയില്ല, അവളെ കർത്താവ് അങ്ങ് എടുത്തു അല്ലെ. അപ്പം എന്തുകൊണ്ട് കർത്താവെ നീ എടുത്തു എന്നൊരു ചോദ്യം വേണേൽ ചോദിക്കാമല്ല. പക്ഷെ ഇത്രയേ ഉള്ളൂ, ആ ബെനിഫിറ്റ്സ്, കാൽവറിയുടെ ബെനിഫിറ്റ്സ് പൂർണ്ണ അളവിൽ നമുക്ക് ഇന്ന് ഇവിടെ ലഭിക്കുന്നില്ല. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്, അത് റോമർ 8:23 ആ വാക്യം കിടക്കുന്നത്. Coming to the subject of healing, we are not enjoying the full benefits of Jesus dying for us on the cross while we are here on this earth. For example, take the case of that sister who just passed away. She got sick quickly and she just passed away. So we get the full redemption of our body only at the coming of the Lord Jesus Christ. ഇതിനകത്ത് ആർക്കും കൺഫ്യൂഷൻ ഇല്ലാന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ ഒത്തിരി ഡീറ്റെയിലോട്ട് പോകുന്നില്ല. ഞാനൊരു ഒരു ഹിന്റ് തരുന്നതേ ഉള്ളൂ. ചില കാര്യങ്ങൾ നമുക്കത് ഇവിടെ ലഭ്യമാണ്. പക്ഷെ ചില കാര്യങ്ങൾ കർത്താവിന്റെ വരവിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിൽ എന്നൊക്കെ പറയുന്നതിലാണ്. അതുപോലെ ഡിസീസ് ഓർ ഡെത്ത് ഇസ് നോട്ട് ടോട്ടലി ഇറാഡിക്കേറ്റഡ് ടുഡേ. അതായത് രോഗവും മരണവും അത് പൂർണ്ണമായിട്ട് നീങ്ങിപ്പോയിട്ടില്ല. ഇത് മറക്കണം. അവസാനത്തെ ശത്രുവായി ആര് നീങ്ങിപ്പോവും? മരണം നീങ്ങിപ്പോവും. അപ്പൊ അതുവരെ എന്തുണ്ട്? മരണമുണ്ട്. ഇപ്പൊ നമ്മൾ മരിക്കും, നമ്മൾ ഈ ശരീരത്തിൽ ജീവിക്കുന്നതുകൊണ്ട് ശരീരം മണ്ണിലേക്ക് പോയേ പറ്റൂ. അതുകൊണ്ട് മരണം നമ്മൾ വരിക്കും എന്നുള്ളത് സത്യം തന്നെയാണ്. 1 Corinthians 15:26 എന്താ പറയുന്നത്? 1 Corinthians 15:26 പറയുന്നത് ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. അപ്പൊ ഒടുക്കത്തെ ശത്രു, ദ ലാസ്റ്റ് എനിമി എന്ന് പറയുന്നത് ഡെത്ത് ആണ്. അപ്പൊ ഒടുക്കത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോകുന്നത് പിന്നീടാണ്. ഇപ്പം മരണം നീങ്ങിപ്പോയി, രക്ഷിക്കപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ മരണം നീങ്ങിപ്പോയോ? ഇല്ല, നമ്മുടെ നിത്യമരണം നീങ്ങിപ്പോയി. പക്ഷെ നമ്മുടെ ശാരീരിക മരണം നീങ്ങിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അവിടെയൊക്കെ നമ്മൾ ശരിക്കും ബാലൻസ്ഡ് ആയിരിക്കണം, ഇല്ലെങ്കിൽ വല്ലാണ്ട് കൺഫ്യൂസ്ഡ് ആവും. 1 Corinthians chapter 15 verse 26 says the last enemy to be destroyed is death. So which means that we are still experiencing disease and death in this life. Many of these things happen only on a future stage, but we experience death and disease even now in this present day. മരണം നീങ്ങിപ്പോകാൻ പോകുന്നേ ഉള്ളൂ. അപ്പം അന്ന് വെളിപ്പാട് 21:4, Revelation 21:4, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു കളയും. കാരണം ഇനി കണ്ണീരില്ലാത്ത അല്ലെ, കരച്ചിലില്ലാത്ത ഒരു നാളുണ്ട്. പക്ഷെ അതിപ്പോഴല്ല അല്ലെ. ഇന്ന് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് കണ്ണീരും കരച്ചിലും ഞരക്കോ ഒക്കെ ഉണ്ട് പ്രിയപ്പെട്ടവരെ അല്ലെ. നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ കരയും. അത് തെറ്റാണോ? പ്രത്യാശയുള്ളവർ ഇങ്ങനെയാണോ കരയുന്നത് എന്നൊക്കെ ചോദിച്ച് ഇവിടെയൊക്കെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിശ്വാസികൾ എന്ന് പറയുന്നവരുടെ ചില അഭിനയങ്ങളും ഒക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും. കാര്യം ചില മരണവീടുകളിൽ ചെല്ലുമ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനോ ആശ്വസിപ്പിക്കാനോ പോലും നമുക്ക് പറ്റത്തില്ല. അവിടെയൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിക്കും, പലപ്പോഴും നമുക്ക് ശരിയായ ടീച്ചിങ് ഇല്ല പ്രിയപ്പെട്ടവരെ അല്ലെ. മരണമൊക്കെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ വേണ്ടപ്പെട്ടവർ മരിച്ചിട്ടുണ്ട്. നമ്മളും ദൈവത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്. വൈ ലോർഡ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും നമ്മളും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മുടെ ദൈവവചനത്തിൽ നിന്നുള്ള ഞാൻ പറഞ്ഞ അറിവല്ല, ചിലപ്പോഴെങ്കിലും ദൈവം നമുക്കൊരു വെളിപ്പാടായി നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് തന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് നമുക്ക് ചില കാര്യങ്ങൾ നല്ലവണ്ണം ബോധ്യം വരുത്തി തന്നാൽ
നമ്മുടെ ക്രിസ്ത്യ ജീവിതം വളരെ ലൈറ്റ് ആയിരിക്കും, വളരെ ഈസി ആയിരിക്കും പ്രിയപ്പെട്ടു. ഇല്ലെങ്കിൽ നമ്മൾ എന്നും ദൈവത്തെ ചോദ്യം ചെയ്ത് കൺഫ്യൂസ്ഡ് ആയിട്ട് ദൈവത്തോട് പിണങ്ങിയും കോപിച്ചും ഒക്കെയാണ് പലപ്പോഴും നമ്മൾ ജീവിക്കേണ്ടി വരുന്നത്. Revelation chapter 21, verse 4 reads, He will wipe away every tear from their eyes. There will be no more death or mourning or crying or pain. So this is talking about something that is happening in the future. But realistically, in our present world, we still have weeping, we still have crying. I'm sometimes amused at, when we go to certain houses where there is death, people are still mourning. And then we keep asking, why God, why God? But then we need to understand that, and sometimes the Holy Spirit gives us this revelation that even in the present day, there is weeping, there is crying, and there is death. So we need to strike a balance between what is happening in the present and what is happening in the future. ഇതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് ദൈവരാജ്യം, കിങ്ഡം ഓഫ് ഗോഡ്. ഇതുപോലൊരു കൺഫ്യൂഷൻ ഉണ്ട്. So there another subject is about the kingdom of God. അവിടെ ദ സ്പിരിച്വൽ കിങ്ഡം, ആത്മീയ രാജ്യം എന്ന് പറഞ്ഞത് ഓൾറെഡി വിതിൻ us, നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഉണ്ട്. പക്ഷേ ദ ലിറ്ററൽ വൺ ഈസ് ഇൻ ദ ഫ്യൂച്ചർ, അല്ലേ? ഇതാണ് അതിന്റെ സത്യം. ദ സ്പിരിച്വൽ കിങ്ഡം ഓഫ് ഗോഡ് ഓൾറെഡി ഇൻ us, നമ്മളിൽ ഉണ്ട് ആ ദൈവരാജ്യം. പക്ഷേ ഫിസിക്കലി നമ്മൾ കാണാൻ പോകുന്ന ആ ദൈവരാജ്യം നമ്മൾ ഒരുമിച്ചായിരിക്കുന്നത് പിന്നീടാണ് എന്നുള്ള കാര്യം. അത് വാക്യങ്ങൾ എത്ര വേണം ഞാൻ എടുത്ത് പറയാം. The spiritual kingdom is already within our hearts, but the physical kingdom is something that is in the future. ലൂക്കോസ് 17:21, ലൂക്ക് 17:21 ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയുകയുമില്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്നാണ് യേശു പറയുന്നത്. ദൈവരാജ്യം ഓൾറെഡി നിങ്ങളുടെ ഇടയിൽ ഉണ്ടല്ലോ എന്നാണ് യേശു പറയുന്നത്. Luke chapter 17 verse 21 reads, nor will people say here it is or there it is, because the kingdom of God is within you. So the Lord Jesus Christ is saying that the kingdom of God is very much within you. അതേസമയത്ത് യേശു തന്നെ പൗലോസ് റോമർ 14:17 എന്താ പറയുന്നത്? റോമൻസ് 14:17 ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അപ്പം വാട്ട് ഇസ് ദ കിങ്ഡം ഓഫ് ഗോഡ്? അല്ലേ? റൈച്ചസ്നെസ്, പീസ്, ജോയ് ഇൻ ദ ഹോളി ഗോസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ അതൊരു സ്പിരിച്വൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. Romans chapter 14 verse 17 says, for the kingdom of God is not a matter of eating and drinking, but of righteousness, peace, and joy in the Holy Spirit. So here we understand the kingdom of God is something spiritual that He has already installed within our hearts. അതേസമയത്ത് കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ എന്താ കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്? നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. മാത്യു 6:10, മത്തായി 6:10 നിന്റെ രാജ്യം വരണമേ. സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിലാണെന്ന് പറഞ്ഞ് പിന്നെന്തിനാ വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്? കണ്ടോ അതിന്റെ വ്യത്യാസം? കണ്ടോ? സോ വാട്ട് ഈസ് പ്രസന്റ്, വാട്ട് ഈസ് ഫ്യൂച്ചർ, ഇത് നമ്മൾ വളരെ ക്ലിയർ ആയിരിക്കണം പ്രിയപ്പെട്ടവരെ. In Matthew chapter 6 verse 10 we see the Lord teaching the Lord's prayer, and then He's saying, let your kingdom come. So that is something futuristic. So now that is where you have, if the kingdom has to come, then why are we saying that the kingdom is already here? So this is where we have to strike a balance. പലപ്പോഴും ഈ സ്ക്രിപ്ചറൽ പ്രോഫസീസ്, വചനത്തിലെ ഈ പ്രവചനങ്ങളെ കുറിച്ചും പ്രത്യേകിച്ച് അന്ത്യകാല സംഭവങ്ങളെ കുറിച്ചും വാഗ്ദത്തങ്ങളെ കുറിച്ചും ഒക്കെ ശരിയായിട്ടൊരു ബാലൻസ്ഡ് വ്യൂ നമുക്കില്ലെങ്കിൽ ഒരുപാട് സ്ക്രിപ്ചറൽ ഈ ഡോക്ട്രിനൽ എറേഴ്സ് ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ ഇടയിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒത്തിരി ദുരുപദേശങ്ങളും ഒക്കെ, അതിനൊക്കെ സത്യം പറഞ്ഞ കാരണം വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസികളായ നമുക്ക് പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ ശരിയായ ഒരു അടിത്തറ ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ വേറെ വാക്കി പറഞ്ഞ അടിത്തറ എന്ന് പറഞ്ഞതിനെക്കാട്ടിലും നമ്മൾ അതിന് തിയോളജി പോയി ഡിഗ്രി എന്ന് കൊടുക്കണ്ട, അറ്റ്ലീസ്റ്റ് ഒരു ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്യണം. ഓക്കെ, ചിലർ അങ്ങനെ പറയുമ്പോൾ ഓക്കെ തലകാട്ടാം, ആയിക്കോട്ടെ, നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചോ, കുഴപ്പമില്ല. ഓക്കെ, ഇപ്പുറത്തെ ചിലർക്ക് ഇങ്ങനെയും പറയുന്നു. അപ്പൊ നമ്മൾ ഓർത്തോണം ഇതിൽ ഏതാ ശരി എന്നുള്ള കാര്യം. വി ഹോൾഡ് എ ബാലൻസ്, അതാ കാര്യം. ഒരാളെന്ന് പറയുക ദൈവരാജ്യം ഇപ്പോഴാണ്, ഇവിടെയാണ്. ഓക്കെ, ആണെന്ന് യേശു പറഞ്ഞല്ലോ. വേറൊരാൾ പറഞ്ഞു ഇല്ലില്ല ദൈവരാജ്യം വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താ പറയേണ്ടത്? നമുക്ക് ബാലൻസ് അറിയാം. ഓക്കെ, നിങ്ങളുടെ ഇടയിലാണെന്ന് കർത്താവ് പറഞ്ഞു, രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കാനും പഠിപ്പിച്ചു. അപ്പൊ നമ്മൾ വി നോ ദ ബാലൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനകത്ത് കുലുക്കമൊന്നുമില്ല. വി നോ വാട്ട് ഇറ്റ് ഈസ്, അതാ കാര്യം. We as children of God, we need to strike a balance, because many a times we entertain false teachings. There are some people who say that the kingdom of God is amongst us. Yes, we need to understand that yes, the Lord has said that the kingdom of God is already within us, but also the Lord has taught us that the kingdom of God is yet to come. So then we need to understand, and we need to strike a balance between what is happening in the present and what is happening in the future.
പ്രത്യേകിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നമ്മുടെ ഇടയിൽ പ്രത്യേകിച്ച് ഈ വിശ്വാസ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരുപാട് ദുരുപദേശം ഇപ്പം പോകുന്നു. നിങ്ങൾ ഓസ്ട്രേലിയയിലെ കാര്യം എനിക്കറിയത്തില്ല. ഇവിടെ പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയും കൂടെ വന്നപ്പോഴത്തേക്ക് അതൊത്തിരി നിഷ്കളങ്ക വിശ്വാസികൾ വല്ലാണ്ട് ഷാറ്റേർഡ് അല്ലേ. എന്ത് ഉപദേശം കേട്ടാലും അതിൻ്റെ പുറകെ പോകാൻ കുറേ പേരുണ്ട്. അതാണ് പൗലോസ് പറഞ്ഞത്, ഓരോ ഉപദേശത്തിന്റെ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ. അതൊക്കെ എന്ത് കറക്റ്റ് ആണെന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ. നമ്മൾ ബേസിക് ഡോക്ട്രിൻസ് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലും ഇന്ന് അതിൽ പോലും തർക്കവും അതിൽ പോലും വിശ്വാസവും ഇല്ലാത്ത അല്ലെ, വളരെ വളരെ ആത്മീയരെന്നോ വളരെ ശക്തരായ ദൈവം ഉപയോഗിച്ചിരുന്ന ദൈവദാസന്മാർ പോലും വളരെ തെറ്റായിട്ട് പഠിപ്പിക്കുകയും വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ട് ഞെട്ടുക. ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ ഞെട്ടുമെന്ന് പണ്ട് അന്ത്യകാലത്തിന്റെ ഒരു ലക്ഷണമാണ്, അടയാളമാണ് അങ്ങനെ വരുമെന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഞെട്ടണ്ട. പക്ഷെ ഒരു കാര്യം, വി ഷുഡ് ബി ക്ലിയർ അബൌട്ട് ദ വേർഡ് ഓഫ് ഗോഡ്. അത്രയേ ഉള്ളൂ. Right now, we see that a lot of false doctrines are being preached, especially by well-known pastors and preachers as well. So we as children of God need to be very vigilant and need to discern, and we need to strike a balance. And if we know the word of God, we will not be wavered and be tossed to and fro. We will be more mature people when we understand what is the right thing. Okay, ഞാൻ അടുത്ത ഒരു ചെറിയ വിഷയം ഇച്ചിരി ഹൈലൈറ്റ് ചെയ്ത വിഷയത്തിലൂടെ ഞാൻ പോവാം. അത് വേറെ ഒന്നുമല്ല, എൻ്റെ ഒരു ഫേവറേറ്റ് ടോപ്പിക്കാണ് വർഷിപ്പ്, ആരാധന എന്നുള്ള വിഷയത്തിലേക്ക് നമ്മൾ പോവാം. അതിനകത്തുള്ള ബാലൻസ് ആയി നമ്മൾ നോക്കാം. Next, I would like to highlight is on the topic, and which is a subject that I like very much. We are going to study about the word about worship, and we'll see how we can strike a balance there. ആരാധന നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. നമ്മളൊക്കെ ആരാധിക്കുന്നവരാണ്, ആരാധിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ. പക്ഷേ ആരാധന എന്നുള്ള ആ വിഷയത്തെ പറ്റി നമ്മുടെ ഒരു കാഴ്ചപ്പാട് എന്താ, അറിവെന്താ, നമുക്ക് വ്യക്തിപരമായിട്ട് എന്തൊക്കെ നമുക്ക് അറിയാവുന്നോ, നമ്മുടെ വിശ്വാസം എന്തെന്നുള്ളതല്ല, വാട്ട് ഡസ് ദ സ്ക്രിപ്ചർ സേസ് എന്നുള്ളതാണ് വിഷയം. അതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. We all like worship, but what we need to understand is what is our perspective, or even what the Bible talks about worship. അതിന് കുറിവാക്യമായിട്ടൊരു വാക്യം നമുക്ക് നോക്കാം. റോമലേഖനം 12-ാം അധ്യായം 1-2 വാക്യം. റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 1 and 2. ഞാൻ എപ്പോഴും അതിന് കുറിവാക്യമായിട്ട് എപ്പോഴും വായിക്കുന്ന വാക്യമാണ് അത്. Let's turn our attention to Romans chapter 12 verses 1 and 2. വായിച്ചാട്ടെ. Therefore I urge you, brothers, in view of God's mercy, to offer your bodies as living sacrifices, holy and pleasing to God. This is your spiritual act of worship. Do not conform any longer to the pattern of this world, but be transformed by the renewing of your mind. Then you will be able to test and approve what God's will is, his good, pleasing and perfect will. മലയാളത്തില്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള ത്യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതൊന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഇതാണ് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് പറയുന്ന കാര്യം. നിങ്ങളുടെ ശരീരങ്ങളെ ഈ പറഞ്ഞ പോലെ യാഗമായിട്ട് സമർപ്പിക്കണം. നിങ്ങളുടെ മനസ്സ് അനുദിനം പുതുക്കി രൂപാന്തരപ്പെടണം. ഇത് രണ്ടും കൂടെ സംഭവിക്കുമ്പോഴാണ്, ഒരു വേർഷനിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ആൻഡ് ദിസ് ഇസ് ദ സ്പിരിച്വൽ ആക്ട് ഓഫ് വർഷിപ്പ് എന്നാണ് അല്ലേ. ഇതാണ് ശരിക്കും പറഞ്ഞ ആത്മീയ ആരാധന. ഇത് നമ്മളെല്ലാം നമ്മുടെ ആരാധനകളെ പറ്റി അത് ശരിക്കുള്ള ആത്മീയ ആരാധനയാണോ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ. നമ്മൾ പലപ്പോഴും ഈ ആത്മീയ ആരാധന എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ബഹളം വയ്ക്കുമ്പോൾ ഭയങ്കര ആത്മീയമാണെന്ന് വിചാരിക്കും. ഒത്തിരി അന്യഭാഷ പറയുമ്പോൾ അതാ ശരിക്കുള്ള ആത്മീയം എന്ന് പറയും. ഒത്തിരി കൈയടിച്ചാൽ ഇപ്പം പിന്നെ ഒത്തിരി പണ്ടാണ് തമ്പയർ എന്നൊരു സാധനം ഉണ്ടായത്. ഇപ്പം പിന്നെ ആ സാധനം ഔട്ട് ഓഫ് ഫാഷൻ ആയി പോയി. പിന്നെ ഒന്നിച്ചിരുന്ന പേര് നമുക്ക് കൈയടിക്കാനും പറ്റത്തില്ല. ഇപ്പൊ സൂമിൽ കൂടെ ഒക്കെ എന്തോ കൈയടിക്കാനും അല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ആരാധനയ്ക്ക് ഒരുപാട് ബഹളവും അല്ലെ, ഒരുപാട് ഈ പറഞ്ഞ പോലെ ഒരു വികാരങ്ങൾക്കൊക്കെ നമ്മൾ ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ട് അത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റില്ല. ആരാധനയിൽ വികാരമുണ്ട് കേട്ടോ, ആരാധനയിൽ ശബ്ദമുണ്ട്, ആരാധനയിൽ ബഹളമുണ്ട്. പക്ഷെ നമ്മുടെ പ്രശ്നം, ഞാൻ പണ്ടൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഒത്തിരി വൈറലായി അല്ലെ, ആരാധനയിൽ ബഹളം ഉണ്ട് പക്ഷെ ബഹളമല്ല ആരാധന. ഒന്നുകൂടെ പറയാം, ആരാധനയിൽ ചിലപ്പം ബഹളം വെച്ചെന്നിരിക്കും നമ്മൾ, പക്ഷെ ബഹളമല്ല ആരാധന. നമ്മൾ അറിയാതെ ആരോ നമ്മളെ പഠിപ്പിച്ചു ഒത്തിരി അങ്ങ് ബഹളം വെച്ച ആരാധനയാണ്. മിക്കവാറും നിങ്ങൾ എന്നെ വിളിക്കത്തില്ല എന്നുള്ള ഇപ്പൊ ഉറപ്പായല്ലേ. ഒത്തിരി ബഹളം വെക്കുന്നതല്ല ആരാധന. ആരാധനയിൽ ചിലപ്പോൾ നമ്മൾ ബഹളമൊക്കെ വെച്ചിരിക്കും, പക്ഷെ കുറെ ബഹളം വെച്ചിട്ട് ആരാധനയാണെന്ന് പറയരുത്. അതുകൊണ്ടാണ് ദൈവം ഈ ബഹളം എല്ലാം നിർത്തി
ഓടും വരുത്തി സഭയും പൊട്ടിച്ചു. ഇപ്പൊ എന്തായാലും വീട്ടിൽ ഇരുന്ന് ബഹളം വെച്ചു അല്ലേ? ഇപ്പൊ എന്തായാലും സഭയിൽ പോയി ബഹളം വയ്ക്കാൻ ഇപ്പം വകുപ്പില്ലല്ലോ, സൂമിൽ കൂടെ ബഹളം വയ്ക്കാൻ നിർത്തിയില്ല അല്ലേ? അപ്പൊ ഇതിൽ നിന്നൊരു കാര്യം വേണം, നമ്മുടെ ശരിക്കുള്ള ആരാധനയൊന്ന് ടെസ്റ്റ് ചെയ്യാതെയോ നമ്മളെ വീട്ടിൽ ഇരുത്തി. അതാ സത്യം. Apostle Paul clearly mentions here what is a spiritual worship. He mentions that it is to offer your body as a living sacrifice and the renewing of your mind. So when these two things happen in your life, that is when you're really having a spiritual worship. We often ask each other, is that really spiritual worship? We sometimes have a false notion that making too much noise is worship. But I said something and that has become very viral as well. Noise is there in worship, but noise is not worship. So making too much noise is not worship. Don't get me wrong. Noise is there in worship. If you ask me, getting emotional is wrong or not? No, you can get emotional as well, but that is not about it. As Apostle Paul has mentioned, offering your bodies and renewing your mind, that is your spiritual act of worship. അപ്പം ആരാധന എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ വേർപെട്ട ദൈവമക്കൾ നമ്മളെ പറ്റി തന്നെ വളരെ അഭിമാനത്തോടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഞങ്ങൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരാണ്. നമ്മൾ മറ്റു പള്ളിക്കാരെയൊക്കെ നോക്കിച്ചാൽ നിങ്ങൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരാണോ അല്ലെ? അപ്പൊ നമ്മൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു, അതാണ് നമ്മുടെ വലിയ ഹൈലൈറ്റ് അല്ലെ? ശരിയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ആത്മാവിലും സത്യത്തിലുള്ള ആരാധന എന്താ, അവിടെയുള്ള ബാലൻസ് നമുക്കൊന്ന് നോക്കാം. Sometimes we look, we talk very proudly, even to the nominal Christians, we ask, do you worship in spirit and in truth? Let us understand from the Bible what it actually means to worship the Lord in truth and spirit. ഇവിടെ ആത്മാവിലും സത്യത്തിലുള്ള ആരാധന എന്നുള്ളത് ബൈബിളിൽ എവിടാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇത് യേശു ആണ് പറഞ്ഞത്, ശരിയാണ്. ഇത് ആരോടാ പറഞ്ഞതെന്ന് അറിയാമോ? 12 ശിഷ്യന്മാരോടല്ല, ഗിരിപ്രഭാഷണത്തിലല്ല, തൻ്റെ വേറെ ആരോട് വലിയ കൂട്ടത്തോടെ ഒന്നുമല്ല. എനിക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നും, ഈ ഒരു വലിയ റെവലേഷൻ, ഒരു വലിയ വെളിപ്പാട് യേശു പറഞ്ഞു കൊടുത്ത ആരോടാന്നറിയാം? ഒന്നും തലേ കയറാത്തൊരു പാർട്ടിയോടാണ്. ആരാ? ഒരു പാവിയായ സ്ത്രീ, ശമരിക്കാരത്തി സ്ത്രീ, ഒരു നട്ടുച്ചയ്ക്ക് ഒരു കണ്ടിന്റെ കയറി വെള്ളം കോരാൻ വന്നപ്പം അവിടെ ചെന്ന് കാത്തു കെട്ടി നിന്ന് അല്ലേ, മറ്റാരും ഇല്ലാത്തൊരു സമയത്ത് പതുക്കെ ഒരു ഡയലോഗൊക്കെ ആരംഭിച്ച് ഇച്ചിരി വെള്ളം താന്നൊക്കെ പറഞ്ഞ് അവളോടാണ് പറയുന്നത്, ദേ സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം അല്ലേ? ഇതാണ് വർഷിപ്പിനെ പറ്റിയുള്ള ഒരു ഭയങ്കര ഒരു ട്രൂത്ത്, അല്ലെങ്കിൽ ഭയങ്കര ഒരു റെവലേഷൻ. പക്ഷെ ഇൻട്രസ്റ്റിംഗ്ലി ഇത് യേശു ഇതിനെപ്പറ്റി ഒരു പിടിയില്ലാത്തൊരു ജാതീയ സ്ത്രീയോടാ പറഞ്ഞത്. We all know that about worshiping in truth and spirit was spoken by Jesus, and he did not tell it to his disciples, or he did not say it on the Sermon on the Mount, but he spoke this one to a Samaritan woman who had come to the well to draw some water, and she basically does not understand anything spiritually, but it was to her that he spoke that you need to worship the Lord in truth and in spirit. ഇത് ഒരു സത്യം കൂടെ മനസ്സിലായിക്കോണം, ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നതാണ്. നമ്മൾ വിചാരിക്കുന്നത് ദൈവം എല്ലാ സത്യവും നമുക്കങ്ങ് വെളിപ്പെടുത്തി തരും, നമ്മളിങ്ങനെ ആരാധനയിൽ ദൈവമോഹം നോക്കിയിരിക്കുമ്പോൾ എല്ലാം കൂടെ വെളിപ്പെടുത്തുന്നു. In the coming days, God may even choose to reveal the secrets of his kingdom to the people whom you never ever will expect. ഞാനത് വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നമ്മളോട് ദൈവം വെളിപ്പെടുത്തത്തില്ല, പക്ഷെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തവരോട് പോയി ദൈവം വെളിപ്പെടുത്തും. അന്ന് നമ്മൾ പിണങ്ങരുത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദയവായി ഞാൻ ഇനി വിശ്വസിക്കുന്നു, ഇനി വരാൻ പോകുന്ന റിവൈവൽ അങ്ങനെ ആയിരിക്കണം. ഇനി വരുന്ന റിവൈവൽ നമ്മുടെ ചർച്ചനകത്തൂടെ വരുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ജനവിഭാഗങ്ങളിടയിൽ ദൈവം വലിയ ഉണർവായിരിക്കും അല്ലെ? നമ്മൾ ഈ ജാതികളെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അവര് ചിലപ്പോൾ മറ്റു മതക്കാരായിരിക്കാം, മറ്റ് ഈ പറഞ്ഞ നമ്മുടെ ഒരു പാരമ്പര്യവും നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും പറയാനില്ലാത്തവരുടെ ഇടയിലേക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തും. ദൈവം തൻ്റെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ വെളിപ്പാടുകൾ അവർക്ക് കൊടുക്കും. അവർ ഈ പറഞ്ഞ പോലെ ശമരിയക്കാരത്തിയോട് പറഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയാമോ? അവള് കൊട വെച്ചേച്ച് ഓടിച്ചെന്ന് ആ ഗ്രാമത്തെ മുഴുവൻ വിളിച്ചോണ്ട് യേശുവിൻ്റെ അടുത്ത് വന്നു. അപ്പം ചെന്ന് ജനത്തെ മുഴുവൻ കൂട്ടിക്കൊണ്ട് യേശുവിൻ്റെ അടുത്ത് വരാൻ കഴിവുള്ളത് ഇവളാന്നുള്ളത് യേശുവിനെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് യേശു അവളെ തന്നെ പിക്ക് ചെയ്തത്. ഇന്ന് എൻ്റെ ചോദ്യം, വിൽ ഹി പിക്ക് യു ആൻഡ് മീ എന്നൊരു ചോദ്യമുണ്ട്.
I strongly believe something in these last days, the Lord will give his revelation and reveal his divine will to people outside the church, to people who belong to other cultures and other religions as well. We sometimes have a wrong notion that, when we sit and worship a Lord, the Lord is revealing us things. But I strongly believe in these last days, he will reveal his will and his revelation to people out there. And he knows who are the ones who will bring mass people to his presence. And that is exactly what happened in the life of the Samaritan woman. ഒന്നുകൂടെ ഞാൻ പറയാം, ഈ ഒരു പക്ഷേ വലിയ വെളിപ്പാട് ദൈവം നമുക്ക് തന്ന, നമ്മളെ വെളിപ്പാട് കിട്ടിയിട്ട് എന്തോ ചെയ്യും? അതാ എന്റെ ചോദ്യം, അല്ലേ? നമ്മൾ ആരാധനയിൽ ദൈവം നമുക്ക് വലിയ വെളിപ്പാട് തന്നു, നമ്മളെല്ലാവരും കൈ പൊക്കി സ്വോത്രം ഹല്ലേലൂയ എന്ന് പറഞ്ഞേച്ച് വീട്ടിൽ. പക്ഷെ ശമരിയക്കാരൻ സ്ത്രീ എന്ത് ചെയ്തു? ഗ്രാമത്തിൽ പോയി എല്ലാവരെയും വിളിച്ചോണ്ട് യേശുവിന്റെ അടുത്ത് വന്നു. അതാ വ്യത്യാസം. നമുക്ക് വെളിപ്പാട് എന്നാ വേസ്റ്റാ. പക്ഷെ ഒരു പാവിയായ സ്ത്രീക്ക് ആ വെളിപ്പാട് കൊടുത്തപ്പോൾ അവള് ആ ഗ്രാമത്തെ മുഴുവൻ വിളിച്ചോണ്ട് വന്നെന്ന് നമ്മൾ കേൾക്കുന്നത്. ഇതാണ് വ്യത്യാസം, പ്രിയപ്പെട്ടവരെ. If the Lord had given us a revelation like this, what would we do? We see in the life of the Samaritan woman, when she had got this revelation, she brought the whole village to Jesus Christ. ഓക്കെ, ഇത് സത്യത്തിൽ ആത്മാവിലുള്ള ആരാധന എന്ന് എവിടെ കിടക്കുന്നത് അറിയാമോ? യോഹന്നാൻ 4-ാം അധ്യായം 23-24. ജോൺ ചാപ്റ്റർ 4:23 and 24. അത് വേണേ ഒന്ന് വായിച്ചേക്കാം. ജോൺ 4:23 and 24. മലയാളത്തിൽ ഞാൻ ആദ്യം വായിക്കാം. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്നും പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. Reading from John chapter 4, verses 23 and 24. Yet a time is coming and has now come when the true worshippers will worship the Father in spirit and truth, for they are the kind of worshippers the Father seeks. God is spirit, and his worshippers must worship in spirit and in truth. അവിടെയും കണ്ടോ, നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. കണ്ടോ, അവിടെയാണ് ആ കാര്യം. ഓക്കെ, അപ്പം ഇവിടെ പിതാവ് ഇങ്ങനെയുള്ളവരായിരിക്കണോ എന്ന് ഇച്ഛിക്കുന്നു. ഇറ്റ്സ് ദ ഫാദേഴ്സ് പ്രയോറിറ്റി, ഇല്ലേ? ഈ വർഷിപ്പ് എന്നുള്ളത് ഇറ്റ്സ് എ ഫാദേഴ്സ് പ്രയോറിറ്റി. സത്യനമസ്കാരികൾ ഇങ്ങനെ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു എന്നാണ്. അല്ല, നമ്മുടെ ആരുടെയും പ്രയോറിറ്റി അല്ല വർഷിപ്പ്. ഇറ്റ്സ് ഫാദർ ഗോഡ്സ് പ്രയോറിറ്റി. അടുത്തത് Here we see the past, the present, and the future also emphasized here. Yet is a time coming, and it has come, and has come now. And here we see another thing is that worshipping in spirit and in truth is a priority of the Father. It is not our priority; it is a priority of God the Father. If it is a priority of the Father, then it's our first responsibility to. നമ്മുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വമാണ് ആരാധന. If it is a priority of God the Father for us to worship in spirit and in truth, it becomes our responsibility as well. As human beings, okay, മനുഷ്യർ നിലയ്ക്ക് കർത്താവിനെ അറിയുന്ന ജനങ്ങൾ നമ്മുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വം ഈ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുപോയപ്പം അവിടെ മോശയും അഹരോനും കൂടെ എന്തോ ചെയ്ത് ഫറവോനോട് പറഞ്ഞ് എന്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്ക, അല്ലെ? അപ്പം നമ്മുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വമാണ് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. So let us remember that our first responsibility is that we worship the Lord in truth and in spirit. That is exactly what Aaron and Moses went and asked Pharaoh, that you release the people that they may worship the Lord in the wilderness. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പലയിടത്ത് സ്വർഗത്തിൽ നിരന്തരം നടക്കുന്ന ഒരു കാര്യം ആരാധന തന്നെയാണ്. In the book of Revelation, we see continuously what happens in heaven is worship. Worshiping God is the primary activity of those who are present in heaven. അവിടെ നടക്കുന്ന പ്രാഥമികമായ കാര്യം ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. The primary act of people in heaven is nothing but to worship God. അപ്പം ഈ വർഷിപ്പിലൂടെ എന്താ നമ്മൾ ചെയ്യുന്നത്? അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ actually we are declaring whom we believe in and whom we acknowledge as our Lord. നമ്മൾ ആരിൽ വിശ്വസിക്കുന്നുവെന്നും നമ്മുടെ കർത്താവായിട്ട് ആരാണ് നമ്മൾ അംഗീകരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ ആരാധനയിലൂടെ. അതാണ് സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. What is happening in worship is that we are believing and we are declaring publicly as to who we believe. അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞാൽ it is an expression of our faith. നമ്മുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് ആരാധന. Worship is an expression of our faith and our submission to God. നമ്മൾ ദൈവത്തോടുള്ള നമ്മുടെ സബ്മിഷനും കൂടിയാണ് ആരാധന. Worship is an expression of our faith and our submission to God.
നമ്മളിപ്പം പാടുന്ന പഴയ പാട്ടുകൾ, ഇപ്പം നിങ്ങൾ തന്നെ ഞാൻ നേരത്തെ പാടിയ പഴയ പാട്ടുകൾ, സ്തോത്രഗീതം പാടുക നീ മനമേ, ആ പാട്ടെടുത്താൽ അതിനകത്ത് ഒത്തിരി ഈ പറഞ്ഞ പോലെ എക്സ്പ്രഷൻ ഉണ്ട്. പാറയിൽ നിന്ന് തേൻ പൊഴിയും, ജീവനീരിൽ നിന്ന് കുടിക്കും, മരുഭൂപ്രയാണം കഴിയും വരെയും, മറയ്ക്കും അവൻ നമ്മെ ചിറകടി. അങ്ങനെയൊക്കെ പഴയ പാട്ടുകളിലൊക്കെ തന്നെ നമ്മുടെ എക്സ്പ്രഷൻ ഓഫ് ഫെയ്ത്ത് ഒത്തിരി ഉണ്ട്. ഇന്നത്തെ ഈ തട്ടിപ്പ് പാട്ടുകളിലൊന്നും ഒത്തിരി ഇല്ല കേട്ടോ. ചുമ്മാ നാടൻ ഭാഷ പറഞ്ഞ എന്താ പറയുന്നത്, ഒരു 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 വലിയ കണ്ടന്റ് ഒന്നും ഇന്നത്തെ പാട്ടുകളിൽ ഇല്ല. ചുമ്മാ ഒരു ഇമോഷണൽ ഒരു ഇളക്കപ്പെരുപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷെ പഴയ ഭക്തന്മാരുടെ പാട്ടുകൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ അതിനകത്തൊക്കെ നമ്മുടെ എക്സ്പ്രഷൻ ഓഫ് ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം ഒത്തിരി അതിനകത്തുണ്ട്. അടുത്തത് നമ്മുടെ സബ്മിഷൻ ടു ഗോഡ്. അതുകൊണ്ട് ഞാൻ എത്രത്തോളം കർത്താവിന് കീഴ്പ്പെടുന്നു എന്നുള്ളതും അത് നമ്മൾ ഒത്തിരി പാടിയൊക്കെ നമ്മുടെ ആരാധന ഗീതങ്ങളിലൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. ഇനി അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഇത് ആരാധന ദൈവത്തിനുള്ളതാണ്, സ്വർഗത്തിൽ ആരാധനയാണ്, നമ്മെ വിളിച്ചതും ആ ദൈവത്തെ ആരാധിക്കാനാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, പിതാവിന്റെ പ്രയോറിറ്റിയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ വേറൊരാളുണ്ട്, അദ്ദേഹത്തിനും ഈ ആരാധന വേണം. There is another person who is waiting that he want to draw all worship to himself. അതാരാണെന്ന് അറിയാലല്ലേ? So we understood all about worship, that it is an expression of our faith. It is a submission to God. And if you notice, all the old songs that we were singing, they were all basically expression of our faith. And after expressing that faith, we are again singing back to God that, yes, Lord, I am submitting myself to you. That is really found in the old songs, and that we don't find in the new songs that we see nowadays. And the other fact that I would like to tell you is that there is another person who really likes to draw attention to himself and who wants others to worship him, and you would certainly be knowing who is that person. Satan, അല്ലേ? സാത്താന്. അവൻ എപ്പോഴും എന്ത് ചെയ്യണമായിരുന്നു? ഒരിക്കൽ നമ്മൾ നോക്കിയപ്പോൾ സ്വർഗത്തിൽ എല്ലാ ആരാധനയും അങ്ങ് ദൈവത്തിന് പോകും. പുള്ളിയാണെങ്കിൽ വർഷിപ്പ് ലീഡർ പോകും അല്ലെ? പുള്ളി ഭയങ്കര സംഗീതവും ഭയങ്കര സംഭവവും ഒക്കെയാണ്. പക്ഷെ പുള്ളി നോക്കുമ്പോൾ ഇതെല്ലാം കൂടെ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? ഇച്ചിരി എനിക്ക് വന്ന എന്താ കുഴപ്പം? അയാളത് ആരോടും പറഞ്ഞില്ല, അത് എക്സ്പ്രസ് ചെയ്തില്ല, ഒന്നുമില്ല. ഇങ്ങനൊരു ചിന്ത തൻ്റെ ഉള്ളിൽ വന്നപ്പോൾ തന്നെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് അവനെ ദൈവം തള്ളി താഴോട്ട് ഇട്ടെന്നാണ്. അവനിക്ക് താഴോട്ട് വന്നപ്പോൾ അവൻ ഒറ്റയ്ക്ക് വന്നില്ല, കുറെ പേർ കൂടെ കൂട്ടിക്കൊണ്ട് വന്നു. അങ്ങനെയാണ് പിശാചുക്കളായിട്ട് അവർ മാറിയതും, അല്ലേ? ദൈവം ഒരിക്കലും പിശാചിനെ സൃഷ്ടിച്ചില്ല, ദൂതന്മാരെ സൃഷ്ടിച്ചത്. ആ കൂട്ടത്തിൽ ഇവൻ ഇങ്ങനെ ഒരു ആരാധന തനിക്ക് വേണം എന്നുള്ള അവന്റെ ആ ഒരു നിർബന്ധമാണ് ഈ പ്രശ്നം ഉണ്ടാക്കി. പക്ഷെ ഒരു കാര്യം ഓർക്കണം, അതുകൊണ്ട് അവനെ താഴെ വന്നെങ്കിൽ അവൻ ചെയ്യുന്ന ഒരു കാര്യം, ഹീസ് കോൺസ്റ്റന്റ്ലി ഡിസീവിങ് മാൻകൈൻഡ് ആൻഡ് കോസസ് ദം ടു വർഷിപ്പ് ഫാൾസ് ഗോഡ്സ്, അല്ലേ? ഇല്ലാത്ത ദൈവങ്ങളെ ആരാധിക്കാൻ ഇന്ന് കോടാനുകൂടി ജനങ്ങളെ അവൻ വഞ്ചിച്ച്, ഒരർത്ഥത്തിൽ ഈ മണ്ണിനെയും കല്ലിനെയും വിഗ്രഹങ്ങളെ എല്ലാം സേവിക്കുമ്പം ആരാധന മുഴുവൻ ആർക്കാ പോകുന്നത്? അവനെ തന്നെയാ പോകുന്നത്, അല്ലേ? അവൻ ദൈവത്തിന് ആരാധന പോകുന്നതിന് അങ്ങ് അസൂയ മൂത്തിട്ടാണ് അവൻ ഇത് പണി ഒപ്പിച്ചത്. പക്ഷെ അതുകൊണ്ട് എന്ത് പറ്റി ചോദിച്ചാൽ ഇന്ന് ദൈവത്തിന് പോകുന്നതിനെക്കാട്ടിലും ആരാധന ഒരർത്ഥത്തിൽ അവനെ തന്നെയാ പോകുന്നത്. അതാണ് സത്യം. We all know about Satan. He was created as an angel, and in heaven he saw that all the attention, all worship, glory and honor is going to God. And then he just thought in his mind that, yes, I need attention, I need to be worshipped. And what happened? The Lord pushed him down from heaven, and it's not just him. Along with him, 1/3 of the angels also were pushed down. So that is how demons happen to be. And what is happening in the world today? We see a lot of people worshiping false gods, lots of people worshiping idols, and in that way we see that hundreds of thousands, even crores of people are not worshiping the true God. They are worshiping God. So this is what exactly Satan wanted. So what exactly is worship? എന്താണ് ശരിക്കും ആരാധന എന്ന് പറഞ്ഞാൽ? അതിനെപ്പറ്റി നമുക്ക് നോക്കാം. Let us study what exactly is worship from the Bible. Okay, നമ്മൾ വർഷിപ്പ് എന്ന് കേൾക്കുമ്പോൾ സാധാരണയായിട്ട് ഒരു കോമൺ മീനിങ് എന്ന് പറഞ്ഞാൽ what do we do on a Sunday service? അതാണ് വർഷിപ്പ് എന്നാണ് നിഷ്കളങ്കരായിട്ട് നമ്മൾ ഒത്തിരി വിശ്വാസികൾ വിചാരിച്ചിരിക്കുന്നത്. Very sincerely, let's just think about worship. What do we do? So we will naturally think, yes, what do I do on a Sunday morning? അത് ചിലര് they associate worship with free spontaneity and loud noise. അതായത് സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ ഒഴുകി വരുന്ന അതാണ് ആരാധന, ഒത്തിരി ഉച്ചത്തിൽ നമ്മൾ ചെയ്യുന്നതുമാണ് ആരാധന എന്ന് ഒരു കൂട്ടർ വിശ്വസിക്കുന്നു. So some people think that, freely and spontaneously worshiping God and making a lot loud noise, a lot of loud noise is what they associate with worship. സാധാരണ ഈ കൂട്ടർ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെയാണ്,
അല്ലെ? നമ്മൾ ഈ പെന്റക്കോസ്റ്റൽ വർഷിപ്പ് നമ്മൾ എഴുതി വെച്ചൊന്നും വായിക്കാറില്ല. നമ്മൾ വളരെ ഫ്രീ ആൻഡ് സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ ആരാധിക്കുന്നു. ആത്മാവ് നടത്തുന്ന പോലെയാണ് നമ്മൾ പറയുന്നു, അല്ലെ? നമ്മൾ ആ രീതിയാണ് നമ്മൾ പരിചയിച്ചിരിക്കുന്നത്. അതേസമയത്ത് മറ്റൊരു കൂട്ടരുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അവർ പറയുന്നത് എന്താ? They associate worship with a set liturgy and quiet reverence. വളരെ ഭയഭക്തി ബഹുമാനത്തോടെ പോയി അവരിങ്ങനെ, അല്ലെ, എഴുന്നേറ്റ് നിന്ന് തല കുമ്പിട്ട് നിന്ന്, അല്ലെ, എഴുതപ്പെട്ട അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന ആരാധനക്രമം മാത്രം വായിച്ചു വിടുന്ന അല്ലെങ്കിൽ ഏറ്റു ചൊല്ലുന്ന, അല്ലെ, അല്ലെങ്കിൽ വളരെ ഒരു എന്താ പറയുക, വളരെ ഡീസന്റ് ആയിട്ട് ആരാധിക്കുന്ന മറ്റൊരു കൂട്ടം. So basically, we are the people, we Pentecostals are the people who are spontaneously worshiping God without reading any book or anything of that sort. But there are the other nominal Christians who have a set liturgy, and they have quiet reverence. They are sitting very quietly. They do not make any noise. They are the other set of people who worship the Lord like that. ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് കൂട്ടരും അന്യോന്യം കുറ്റം പറയും. Something very particular is that these two groups they accuse each other. നമ്മൾ ഈ കൈയടിച്ച് ബഹളം വെച്ച് പാട്ട് പാടുമ്പോൾ അവർ ചോദിക്കുന്നത്, എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുന്നത്? നിങ്ങളുടെ ദൈവത്തിന്റെ ചെവി കേൾക്കത്തില്ല, എന്തിനാ ഇങ്ങനെ വിളിച്ചു പോകുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. So when we make a lot of noise in our worship, the other group have an obvious question: why do you make a lot of noise during worship? ഉടനെ നമ്മൾ ചോദിക്കുന്നത്, നിങ്ങൾ എന്താ ഇങ്ങനെ ഒരു മാതിരി അമ്മയ്ക്കല്ലിന് കാറ്റ് പിടിച്ച് ചോദിക്കുന്നത്, എന്താ ഇങ്ങനെ, അല്ലേ, ചത്ത ആരാധന എന്നൊക്കെ പറഞ്ഞു നമ്മൾ അവരെ കളിയാക്കുന്നത്. We go back and accuse them. Why do you sit without any emotions, and why do you not make any noise while you worship? രണ്ട് കൂട്ടരും നമ്മൾ അന്യോന്യം നമ്മളൊന്നും പറയണ്ട. ഓക്കെ, രണ്ട് കൂട്ടരിലും ചെയ്യുന്നതിലും ഒരു ആരാധനയുണ്ട്, ഇല്ല നമ്മൾ പറയരുത്. അപ്പം ബിയോണ്ട് ആർഗ്യുമെന്റ്സ് ആൻഡ് ഡിസ്കഷൻസ്, അല്ലേ, അബൌട്ട് ദ ഡിഫറെന്റ് ഫോംസ്, നമുക്ക് അതല്ല വിഷയം. ലെറ്റ്സ് മൂവ് ടു ദ സ്ക്രിപ്ചേഴ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് റിയലി ഈസ് വർഷിപ്പ്. നമുക്ക് വചനത്തിലേക്ക് പോയിട്ട് എന്താണ് ആരാധന എന്ന് നോക്കാം. നമ്മൾ ആരെങ്കിലും ചെയ്യുന്നതിനെ നമ്മൾ കുറ്റം പറയുകയോ അതിനെ നമ്മൾ പോയി കീറി മുറിച്ച് നമ്മൾ എക്സാമിൻ ചെയ്യുകയൊന്നും വേണ്ട. ഓക്കെ, നമുക്ക് വചനത്തിലേക്ക് പോയി എന്താണ് ആരാധന നമുക്ക് നോക്കാം. Let's not accuse each other. There is right in both of that, but let us now with an open mind go into the word and find out what the word talks to us about worship. വചനത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, ഈ വർഷിപ്പിന്റെ ഓർഡർ ഓഫ് സർവീസ് ഒന്നും ബൈബിളിലെങ്ങും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇങ്ങനെ ആയിരിക്കണം ഒരു ഓർഡർ ഓഫ് സർവീസ് ആരാധനയ്ക്ക് ബൈബിളിൽ പറഞ്ഞിട്ടില്ല, അല്ലെ, അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞാൽ പ്രത്യേക ടെക്നിക്സോ ഫോംസോ പ്രത്യേക രീതികളോ ഒന്നും ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. The Bible does not give us an order of service. It does not prescribe set techniques of how we can worship God. അപ്പം ട്രൂ വർഷിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ബൈബിൾ പറയുന്നു, ആത്മാവിലും സത്യത്തിലും സത്യനമസ്കാരികൾ നമസ്കരിക്കണം. ഇതേ ഉള്ളൂ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. The Bible clearly mentions that true worshippers have to worship God in truth and in spirit. This is the only thing that the Bible mentions. ഇത് യേശു പറഞ്ഞു, പിന്നീട് നമ്മൾ റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞെന്ന് കണ്ടു, ശരീരം മനസ്സ്, അല്ലെ? അപ്പൊ നമുക്ക് ഈ വർഷിപ്പ് ഇൻ സ്പിരിറ്റ് എന്ന് നമ്മൾ വായിക്കുന്നു, വർഷിപ്പ് ഇൻ ട്രൂത്ത്. ഇത് രണ്ടും എന്താണെന്ന് നമുക്ക് നോക്കാം. So the first thing was mentioned by Jesus Christ, and then we see what Paul mentions, that your body and your spirit is involved in worship. Now let us understand from the Bible what it means to worship in spirit. Okay, worship in spirit, ആത്മാവിലുള്ള ആരാധന എന്ന് കേൾക്കുമ്പം എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ സത്യം ഇതൊരു ഇന്ററാക്റ്റീവ് ബൈബിൾ സ്റ്റഡി ആയിട്ട് ഞാൻ സത്യം പറഞ്ഞ നിങ്ങൾ എല്ലാവരോടും ഒരു വാക്ക്, വാട്ട് ഡു യു മീൻ ബൈ, വാട്ട് ഡു യു തിങ്ക്, ആത്മാവിലുള്ള ആരാധന എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ ചോദിച്ചു, നിങ്ങളെല്ലാം ഉത്തരം ഞാനൊന്ന് എടുത്തേനെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ അത് പറ്റുന്നില്ലല്ലോ. ഓക്കെ, എന്താണ് ആത്മാവിലുള്ള ആരാധന എന്ന് കേൾക്കുമ്പം നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്? This is not an interactive session, otherwise I would have taken the time for that. I'm running short of time, but I would still like to ask you, what do you understand by worshiping in spirit? Primarily, പ്രാഥമികമായിട്ട് ഓർത്തോണം, വർഷിപ്പ് ഇസ് എ സ്പിരിച്വൽ ആക്ടിവിറ്റി. അതിന് സംശയമില്ലല്ലോ, ഇതൊരു ആത്മീയമായ ഒരു കാര്യമാണ് ഈ ആരാധന എന്ന് പറയുന്നത്. Primarily, let us understand that worshiping in spirit is a spiritual activity. ദൈവം ആത്മാവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആത്മാവാം ദൈവത്തോട് ബന്ധപ്പെടേണ്ടതിന് നമ്മുടെ ആത്മാവിനാലാണ് നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ. അതിന് സംശയം ആർക്കെങ്കിലും ഉണ്ടോ? Let us understand that God is spirit. So if we have to spiritually connect with God, we have to connect to him with our spirit. ഞാൻ വീണ്ടും പറയട്ടെ, we are a spirit being. നമ്മളൊരു ആത്മാവാണ്, നമ്മളൊരു ശരീരത്തിൽ ജീവിക്കുന്നു എന്നേ ഉള്ളൂ. നമുക്കൊരു ദേഹി, അതായത് മനസ്സ്, വികാരങ്ങള്, ഇച്ഛ, ഇതെല്ലാം ഉണ്ട്, അല്ലെ? We have
we are a spirit, we live in a body, and we possess a soul. ഇത് അപ്പൊ മൂന്ന് ഇവിടെ ചേരുമ്പോഴാണ് ഒരു മനുഷ്യനാവുന്നത്. We are basically a spirit, and we live in a body, and we possess a soul. So we have the mind, we have our will, and we have our emotions. അപ്പൊ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ ആരാധന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ല പ്രധാനം, നമ്മുടെ ഇന്നർ സ്റ്റേറ്റ് ആണ് പ്രധാനം. അതായത് എൻ്റെ ആത്മാവാം ദൈവത്തെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ആരാധിക്കേണ്ടത്. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. External factors is not what basically contributes to worshiping God. How is our inner state is what is important when we worship God spiritually. അല്ലെങ്കിൽ നമ്മുടെ ശരിക്കും എഫക്റ്റീവ് അല്ലെങ്കിൽ അക്സെപ്റ്റബിൾ ആയിട്ട് നമ്മുടെ വർഷിപ്പ് എന്ന് പറയുമ്പം അത് നമ്മുടെ ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ അവർ സ്പിരിച്വൽ സ്റ്റേറ്റ്. എൻ്റെ ആത്മീയ നിലവാരം എങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ദ കണ്ടീഷൻ ഓഫ് മൈ ഇന്നർ ബീങ്, എൻ്റെ അകത്തെ മനുഷ്യന്റെ അവസ്ഥയ്ക്ക് ഒത്തവണ്ണമേ എനിക്ക് ആരാധിക്കാൻ കഴിയൂ. I am able to worship God in spirit based on what is my spiritual state or the state of my inner man. എനിക്ക് പിതാവിനെ ആരാധിക്കണമെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഐ ഷുഡ് ബി സ്പിരിച്വലി അലൈവ് ഓൺ ടു ഗോഡ്. എനിക്ക് ദൈവത്തോട് എനിക്ക് ആത്മീയമായിട്ട് ഞാൻ ജീവൻ വെച്ച ആളായിരിക്കണം, എങ്കിലേ എനിക്ക് ആരാധിക്കാൻ പറ്റൂ. If I have to worship God, I have to be spiritually alive. അല്ലെങ്കിൽ മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞാൽ വി മസ്റ്റ് ബി born of the spirit. ആത്മാവിനാൽ ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചവനായിരിക്കണം. and I should be led by the spirit in order to worship God. ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ഞാൻ ആത്മാവിനാൽ ഞാൻ നയിക്കപ്പെടണം, ആത്മാവിനാൽ ഞാൻ ജനിച്ചവനായിരിക്കണം. അങ്ങനെയുള്ള ഒരാൾക്ക് ആത്മാവൻ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാൻ പറ്റൂ. ഞാൻ ഈ പറയുന്നത് ലളിതമെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഇത് ഒത്തിരി പേർക്ക് ഇത് കൺഫ്യൂസിംഗ് ആണ്. I have to be born by the Spirit and led by the Spirit, and then only can I worship God who is a Spirit. Though this is a simple subject, I know it is a bit tough for some people to understand. ആത്മാവിൽ ആരാധന എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവാം ദൈവത്തോട് ചേരുകയാണ്. അത് 1 കൊരിന്ത്യർ 6:17 1 കൊരിന്ത്യർ 6:17 കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവാകുന്നു. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ്. നമ്മൾ പലപ്പോഴും വലിയ ഗൗരവം കൊടുക്കാത്ത വാക്യങ്ങളാണ് ഇതൊക്കെ. 1 Corinthians 6:17 second part. But he who unites himself with the Lord is one with him in the spirit. So this word says that our spirit has to be united with God. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും സ്തുതിക്കുമ്പോഴും ചാടുമ്പോഴും ആടുമ്പോഴും എല്ലാം these may all lead to worship, but true worship cannot and will not occur until our spirits are in touch with God by the Holy Spirit. നമ്മുടെ പാട്ടും ആരാധനയും ചാട്ടവും നൃത്തവും എല്ലാം ആരാധനയിലേക്ക് നമ്മളെ നയിക്കുമെന്ന് പറയാം. പക്ഷേ ശരിയായ ആരാധന എന്ന് പറഞ്ഞത് അതെപ്പോഴും സംഭവിക്കുമെന്ന് ചോദിച്ചാൽ എൻ്റെ ആത്മാവാം ദൈവത്തോട് പരിശുദ്ധാത്മാവിൻ സഹായത്താൽ കണക്റ്റഡ് ആവണം. അതാണ് ആത്മാവിലുള്ള ആരാധന എന്ന് പറയുന്നത്. ശരിക്കും there are so much emotional activity that could lead us to worship, but what exactly is true worship is that when my spirit is being connected to God by the Holy Spirit, and that exactly is true worship. ഞാനൊരു സത്യം നിങ്ങളെ തുറന്നു ചോദിക്കാം. ഈ ആത്മാവിലുള്ള ആരാധന എന്ന് കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വന്ന നോഷൻ ചിന്ത എന്തുവായിരുന്നു? What is the first notion that came in your mind when you thought about worshiping in spirit? പലയിടത്തും ഞാൻ ഈ ചോദ്യം ചോദിക്കും, ബ്രദറെ ആത്മാവിലുള്ള ആരാധന എന്താ? അവിടെ എല്ലാവരും എന്തോ ആത്മാവിൽ അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ ചില കട്ടിയൊക്കെ കൂട്ടി പറയും ആത്മാവിൽ. എന്തോ ആത്മാവിൽ? പരിശുദ്ധാത്മാവിൽ എന്നാണ് നമ്മളവിടെ പറയുന്നത്. പക്ഷെ ആ ഇംഗ്ലീഷ് ബൈബിളിൽ നിങ്ങളെടുത്ത് വായിച്ചു നോക്കിയേ, അവിടെ വർഷിപ്പ് ഇൻ സ്പിരിറ്റ് എന്ന് എഴുതിയിരിക്കുന്നത് വലിയ എസ് ആണോ ചെറിയ എസ് ആണോ? I've asked many times to people, what do you mean by worship in spirit? And they will say, with a lot of stress, and they say they're worshiping in spirit. But I want you to go into the Bible and see whether the spirit there mentioned is with a capital S or a small s. നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞോളൂ. എൻ്റെ ആത്മാവ് ആണ് ആത്മാവാം ദൈവത്തോട് ബന്ധപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ. അതിനെന്നെ സഹായിക്കാൻ മാത്രമേ പരിശുദ്ധാത്മാവിന് കഴിയൂ. ഇന്നത്തെ പ്രശ്നം നമ്മുടെ ആത്മാവ് പലപ്പോഴും മിണ്ടാതിരിക്കുന്നു. നമ്മുടെ ശരീരം കൊണ്ടും വികാരം കൊണ്ടും ബുദ്ധി കൊണ്ടും ഒക്കെ നമ്മൾ ഒത്തിരി ബഹളം വെച്ച് ആരാധിക്കുന്നു. പക്ഷെ എൻ്റെ ആത്മാവൻ ദൈവത്തോട് ബന്ധപ്പെടുന്നില്ല ആരാധനയിൽ. ഇതാണ് സത്യം.
The fact is that many times our spirit is not being connected with God, the spirit. It is basically our body that is making all of this noise and all of this commotion. But we need to check ourselves whether that connection is happening between our spirit and God, and that is done only by the Holy Spirit. ഇവിടുത്തെ പ്രശ്നം, അപ്പം ആരാധനയിൽ എൻ്റെ ആത്മാവ് മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ അല്ല. ആത്മാവിന്റെ കൂടെ എനിക്ക് എൻ്റെ ശരീരവും എൻ്റെ ദേഹിയും മനസ്സും ഇച്ഛയും വികാരങ്ങളും ഒക്കെ വേണം. പക്ഷെ പ്രശ്നം മറ്റേതെല്ലാം ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഇച്ഛയിൽ, നമ്മുടെ വികാരങ്ങളിലൊക്കെയാണ് ഇത് ആരാധന തുടങ്ങുന്നത്. പക്ഷെ തുടങ്ങി ഒടുവിൽ ഇത് ദൈവാത്മാവിനോട് ആത്മാവാം ദൈവത്തോട് ബന്ധപ്പെടുന്ന അവസ്ഥയിൽ എൻ്റെ ആരാധന എത്തണം, അല്ലേ? അല്ലെങ്കിൽ എനിക്ക് സമയമില്ലാതെ, ഐ എം സോ സോറി ദാറ്റ് ഇന്നത്തെ ദിവസം ഇങ്ങനത്തെ ഒരു ദിവസമായിപ്പോ എനിക്ക് ഒത്തിരി ഡീറ്റെയിൽ പറയാൻ പറ്റുന്നില്ല. എൻ്റെ മനസ്സിൽ ഇതെല്ലാം കൂടെ വരുന്നുണ്ട് പറയാൻ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഐ ടു റഷ് ടു ദ ഹോസ്പിറ്റൽ. അതുകൊണ്ട് ഞാനൊന്ന് ഓടിച്ചു പറയുക, അല്ലേ? നമ്മുടെ ശരീരം ആരാധനയിലുണ്ട്, നമ്മുടെ വികാരം ആരാധനയിലുണ്ട്, നമ്മുടെ ബുദ്ധി ആരാധനയിലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അതെല്ലാം ആരാധന തുടങ്ങാൻ എൻ്റെ മനസ്സിലൊരു തീരുമാനം വരുമ്പോഴാണല്ലോ ഞാൻ ഈ പറഞ്ഞ പോലെ പാട്ട് പാടാൻ തീരുമാനിക്കുന്നത്. പാട്ട് പാടുമ്പോൾ ഏത് പാട്ടുപാണോ തീരുമാനിക്കുന്നത് എൻ്റെ ബുദ്ധിയല്ലേ? ഓക്കെ, പാട്ട് പാടുമ്പോൾ കൈയടിക്കുന്ന എൻ്റെ ശരീരമല്ലേ? അല്ലേ? അപ്പൊ എൻ്റെ ശരീരവും വികാരവും ബുദ്ധിയും ഇച്ഛയും എല്ലാം അതിനകത്തുണ്ട്, എൻ്റെ ദേഹവും അതിനകത്ത് ഇൻവോൾവാണ്. പക്ഷേ അവിടെ കൊണ്ട് മാത്രം ആരാധന നിന്നു പോരുന്നു. ഇന്ന് നമ്മുടെ ആരാധന വെറും വികാരത്തിൽ തുടങ്ങി വികാരത്തിൽ നിന്നു പോകുന്നു, ശരീരത്തിൽ തുടങ്ങി ശരീരത്തിൽ നിന്നു പോകുന്നു, ബുദ്ധിയിൽ തുടങ്ങി ബുദ്ധിയിൽ നിന്നു പോകുന്നു. ആത്മാവം ദൈവത്തോട് ബന്ധപ്പെടുന്നില്ല. ഇതാണ് എന്നെ കേൾക്കുന്ന കുറച്ചുപേർക്കെങ്കിലും ഇതൊന്നും മനസ്സിലാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥത്തോട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. Many times what is happening in our midst is that mind, emotions, will, body and soul are all involved in the worship, but the spirit to spirit connection is not happening. So let us not limit it to worshiping only in the body, mind, emotions and will. Let it sink down to the spirit, where the spirit, our spirit is being connected to God the Spirit, and this is happening only by the help of the Holy Spirit. മാർക്കോസ് 7:6-7 യേശു എന്തോ പറഞ്ഞറിയാം? മാർക്ക് 7:6, 7:6 അവനവരോട് ഉത്തരം പറഞ്ഞത്, കപടഭക്തിക്കാരായ നിങ്ങളെക്കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചത് ശരി. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിൽ അവരുടെ ഹൃദയമെങ്കിൽ നിന്ന് ദൂരത്ത് അകന്നിരിക്കുന്നു. അപ്പം അധരം കൊണ്ട് നമുക്ക് ആരാധിക്കാൻ പറ്റും, ഹൃദയം ദൂരത്ത് വെക്കുകയും ചെയ്യാം. ഇതാണ് ഇന്നത്തെ പ്രശ്നം, പ്രിയപ്പെട്ടവരെ. ഇൻ വർഷിപ്പ് ദിസ് ക്യാൻ ഹാപ്പൻ. അതുകൊണ്ടാണ് പറഞ്ഞത്. Mark chapter 7:6, the Lord is saying, and he's quoting from Isaiah, these people honor me with their lips, but their hearts are far from me. This can literally happen in our midst, where we are worshiping with our bodies, we are worshiping with our lips, but our heart is very much far away from God. ഇവിടെയാണ് വാസ്തവമായിട്ട് there need to be a transformation, വലിയ രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ വരണം. ഏത് ഏരിയയിലാണ്? നമ്മുടെ ഏരിയ ഓഫ് വർഷിപ്പ്, നമ്മുടെ ആരാധനയിൽ, നമ്മുടെ ആരാധന അനുഭവങ്ങളിൽ, പ്രത്യേകിച്ച് ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് പേഴ്സണലി. നമ്മുടെ വ്യക്തിപരമായ ആരാധന അനുഭവങ്ങളിൽ ഒരു വലിയ രൂപാന്തരം. ഞാൻ ഈ പറയുന്നത് ദയവായി നിങ്ങളുടെ ഇൻഫർമേഷനായിട്ട് മാത്രം നിങ്ങളുടെ തലയിൽ നിർത്തരുത്. നിർത്തിയ ഒരു ഗുണവുമില്ല. പക്ഷേ ഇതൊന്നും ഒരടി താഴേക്ക് വന്നാൽ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരമായിട്ട് അത് മാറുമ്പം നമ്മുടെ ആരാധന തന്നെ മാറും. This is where we need a real transformation in our life. Let worship not be only in the body, let it not be in the soulish level, but let worship happen from the spirit. Let our spirit be connected to God the Spirit. ഓക്കെ, അപ്പം ആത്മാവിലുള്ള ആരാധന എന്താണെന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി. എങ്കിൽ അതിൻ്റെ അടുത്തത് സത്യത്തിലുള്ള ആരാധന, അതെന്തോ? So we try to understand what is worship in the spirit. Let us now try to understand what is worshiping in truth. ഇത് ഞാൻ പലരോടും ചോദിക്കും, എന്താണ് ഈ സത്യത്തിലുള്ള ആരാധന? പലരും പറയും സത്യത്തിലുള്ള ആരാധന. ഞാൻ പറഞ്ഞാൽ അതെന്താ? അത് സത്യത്തിലുള്ള ആരാധന. സത്യത്തിലുള്ള ആരാധന രണ്ടോട്ടം പറഞ്ഞ സത്യമാകത്തില്ല. അതെന്താണത്? വാട്ട് ഇസ് ഇറ്റ്? I keep asking many people, what do you mean by worship in truth? And they again stress and tell me, yes, it is worshiping in truth. In truth, you emphasize it twice, it doesn't become truth in your life. ശമര്യക്കാരത്തി സ്ത്രീയോട് യേശു പറഞ്ഞത്, യഹൂദർ അവർക്കറിയാവുന്നതിനെ അവർ ആരാധിക്കുന്നു. They worshiped what they knew എന്നാണ് യേശു പറഞ്ഞത്. Jesus was talking to the Samaritan woman and saying that the Samaritans worshipped what they knew. അപ്പം യഹൂദന്മാർക്ക് എന്തറിയാമായിരുന്നു? യഹൂദന്മാർക്ക് ദൈവത്തെക്കുറിച്ച്, സത്യദൈവത്തെക്കുറിച്ച്, ഏകദൈവത്തെക്കുറിച്ച്, യഹോവയായ ദൈവത്തെക്കുറിച്ച് they had the right revelation of God. ദൈവത്തെക്കുറിച്ച് ശരിയായ വെളിപ്പാട് യഹൂദന്മാർക്ക് ഉണ്ടായിരുന്നു, അല്ലേ? അതുകൊണ്ടാണ് അവർ ദൈവത്തെ ആരാധിച്ചത്. വേറാസ് ശമര്യക്കാർക്കോ അവർക്ക് ദൈവത്തെക്കുറിച്ച് ശരിയായ റെവലേഷൻ ഇല്ല, വെളിപ്പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് ശമര്യക്കാര് വന്ന പ്രവാചകന്മാരെയും, അല്ലേ, എല്ലാത്തിനെയും അവർ എന്ത് ചെയ്തു? അവർ റിജക്റ്റ് ചെയ്തു. കാരണം അവർക്ക് ദൈവത്തെക്കുറിച്ച് വെളിപ്പാടില്ല. പക്ഷെ യഹൂദന്മാർക്ക് ദൈവത്തെക്കുറിച്ച് വെളിപ്പാടുണ്ട്. അപ്പം
ദൈവത്തെക്കുറിച്ച് ഒരു വെളിപ്പാട് ജാതികൾക്ക് ഇല്ലായിരുന്നു. അതാണ് കാര്യം. അതുകൊണ്ട് അവർക്ക് അറിയാത്തതിനെ അവർ ആരാധിച്ചു. യഹൂദന്മാർ അറിയുന്നതിനെ ആരാധിച്ചു, ഇവര് അറിയാത്തതിനെ ആരാധിച്ചു. ഇതാണ് പ്രശ്നം. Jews had a right revelation of the true God of Jehovah, so they worshipped him in the right manner. Whereas the Samaritans, they did not have a proper revelation of God, so they worshipped what they knew. That was the division between the Jews and the Samaritans. അപ്പൊ ഈ വർഷിപ്പിംഗ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കണം. വർഷിപ്പ് ഷുഡ് ബി ബേസ്ഡ് ഓൺ എ റൈറ്റ് ട്രൂ റെവലേഷൻ ഓഫ് ഗോഡ്. ദൈവത്തെ കുറിച്ചുള്ള ശരിയായ ഒരു വെളിപ്പാട് അനുസരിച്ചായിരിക്കണം നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത്. So basically worshipping in truth is having a right revelation of God before you can even worship. പലപ്പോഴും നമ്മുടെ ഇമാജിനേഷനിലുള്ളൊരു ദൈവത്തെയും നമുക്ക് ആരാധിക്കാം, അല്ലെങ്കിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയ ദൈവത്തെയും നമുക്ക് ആരാധിക്കാം. പക്ഷെ ദൈവം നമുക്ക് എങ്ങനെയാ വെളിപ്പെടുത്തി തന്നെ തൻ്റെ വചനത്തിലൂടെ, അല്ലെങ്കിൽ വചനം ജഡമായി വന്ന യേശുക്രിസ്തുവാണ് നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തി തന്നത്, അല്ലെ? ത്രൂ ദ വേർഡ് ആൻഡ് ദ വേർഡ് മെയ്ഡ് ഫ്ലെഷ്. വചനം ജഡമായ യേശുക്രിസ്തു, എഴുതപ്പെട്ട ദൈവവചനം, ഇതിലൂടെയാണ് നമുക്ക് ദൈവത്തെ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത്. ആ വെളിപ്പാട് അനുസരിച്ചായിരിക്കണം നമ്മൾ ദൈവത്തെ ആരാധിക്കുക. അല്ലാതെ വി ഷുഡ് നെവർ വർഷിപ്പ് എ ഗോഡ് ഓഫ് അവർ ഓൺ ഇമാജിനേഷൻ. ഇന്ന് ലോകത്ത് അതാ നടക്കുന്നത്, ഓർത്തോണം. We can worship a God in our imagination, and that is what is happening in the world out there. But how are we as Christians supposed to worship? We are supposed to worship the God that is depicted to us here in the Word of God, and also the Word that has become flesh, that is Jesus Christ. ഇനി ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾക്ക് അത് കുറിച്ച് വെക്കുന്ന കുഴപ്പമില്ല. ഡെപ്ത് ഓഫ് വർഷിപ്പ് will always depend upon the degree of revelation we have of the living God. ജീവനുള്ള ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാടിനനുസരിച്ചിരിക്കും നമ്മുടെ ആരാധനയുടെ ആഴം. The depth of worship will always depend upon the degree of revelation we have of the living God. I would like to make a statement, and some of you can write it down. The depth of worship depends on the degree of revelation we have with God. അല്ലെ? നമ്മുടെ ആരാധനയുടെ ആഴം പലപ്പോഴും നമ്മൾ നമ്മുടെ വയ്ക്കുന്ന ശബ്ദത്തിന്റെ അനുസരിച്ചാണ്. അല്ല, നമുക്ക് ദൈവത്തെ കുറിച്ച് എത്രത്തോളം ഒരു വെളിപ്പാടുണ്ടോ അത്രത്തോളം നമ്മുടെ ആരാധനയ്ക്ക് ആഴം ഉണ്ടായി. Many times we think that the depth of our worship is based on the sound or the commotion that we are making in worship, but it is not that. It basically depends upon what degree of revelation you have of God in your life. ഞാൻ ഇന്ന് വൈകിട്ടത്തെ സെഷനിലും ഒക്കെ ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് ഉദാഹരണങ്ങൾ ബൈബിളിൽ നിന്ന് എടുത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ മനസ്സിലാവും. നമുക്ക് ദൈവത്തെക്കുറിച്ച് ആഴമായ ഒരു വെളിപ്പാടുണ്ടെങ്കിൽ അതനുസരിച്ചിരിക്കും നമുക്ക് ദൈവത്തോടുള്ള ആരാധന. അത് ചിലപ്പോൾ അവിടെ ബഹളം കാണത്തില്ല, ശബ്ദമേ കാണത്തില്ല, വാക്കുകൾ പോലും കാണത്തില്ല, പക്ഷെ അത് വളരെ ആഴമായ ആരാധനയാണെന്നുള്ള മറക്കരുത്. We need a deep revelation of God in our life, and in that kind of a worship sometimes there might not be any noise. That might be a very quiet worship of God, and I'll talk more in depth about that in today evening session. ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ പറയാം. ട്രൂ വർഷിപ്പ് is always a human response to a divine initiative, and never merely a human action to attract divine attention. ഇന്ന് ലോകത്തുള്ള ആരാധനകൾ മിക്കതും നോക്കിയാൽ ദൈവത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി താഴെ നിന്നുള്ള ഒരു ഹ്യൂമൻ ആക്ഷനാണ്, അല്ലേ? പക്ഷെ ശരിക്കുള്ള ആരാധന എങ്ങനെയല്ല. ആരാധനയിൽ ഇനിഷ്യേറ്റ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഡിവൈൻ ദൈവമാണ്. ദൈവം നമ്മളെ സ്നേഹിച്ചു, ദൈവം നമ്മളെ വീണ്ടെടുത്തു, ദൈവം നമ്മളെ രക്ഷിച്ചു. അതിപ്പോ തുടക്കം ഉണ്ടായ ദൈവത്തിന്റെ ഭാഗത്തുനിന്നാണ്. അപ്പം അതിനോടുള്ള നമ്മുടെ ഹ്യൂമൻ റെസ്പോൺസ് ആണ് ആരാധന. ശരിയല്ലേ? നമ്മൾ എന്തിനാ ദൈവത്തെ ആരാധിക്കുന്നത്? ദൈവത്തിനെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെ? എന്തിനാ ദൈവത്തെ സ്നേഹിക്കുന്നത്? ദൈവം എന്നെ ആദ്യം സ്നേഹിച്ചു, പാപിയായിരുന്ന എന്നെ ദൈവം സ്നേഹിച്ചു. അപ്പം ഇനിഷ്യേറ്റീവ് ഡിവൈൻ ആയിരുന്നു, മേളിൽ നിന്നായിരുന്നു. അപ്പൊ എന്റെ ഭാഗത്ത് എന്താ? ഹ്യൂമൻ റെസ്പോൺസ്. അതാണ് ആരാധന. പക്ഷെ ലോ മനുഷ്യർ നോക്കിയേ, അവർ താഴേന്ന് മുകളിലോട്ട് എങ്ങനെയാലും ദൈവത്തിന്റെ ശ്രദ്ധയെന്ന് പിടിച്ചു പറ്റി ദൈവത്തിന്റെ പ്രീതി പിടിക്കാൻ വേണ്ടി, അല്ലെ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്. കോടിക്കണക്കിന് ജനം
ദൈവത്തിന്റെ ശ്രദ്ധ ഒന്ന് പിടിച്ചു പറ്റാൻ വേണ്ടി, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അവർ മല കയറുന്നു, വ്രതമെടുക്കുന്നു, ഇതിലേക്കൂടെ കുത്തി ഇതിലേക്കൂടെ ഇറക്കുന്നു, എന്തൊക്കെ കിടന്ന് ഉരുളുന്നു, എന്തൊക്കെയാ അവർ കാണിക്കുന്നത്. ആലോചിച്ച് എന്തിനാ അവരിതെല്ലാം കാണിക്കുന്നത്? അവർ വ്രതമെടുത്ത് എല്ലാ വർഷവും മലയ്ക്ക് പോകുന്നത് എന്തിനാ? ദൈവത്തെ പ്രസാദിപ്പിക്കാനും ദൈവത്തിന്റെ ശ്രദ്ധ പിടിച്ചെടുക്കാനുമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം അങ്ങനെ എന്തെങ്കിലും ചെയ്യണോ? വേണ്ട. കാര്യം നമുക്ക് വേണ്ടി കർത്താവ് ഒരിക്കലായിട്ട് 2000 കൊല്ലം മുമ്പ് തന്നെ മറുപടിയായി തന്നു. അപ്പൊ അതിന് പകരമായി എന്റെ റെസ്പോൺസ് ആണ് ആരാധന. I hope that I made it clear now. Let us understand that the initiator of worship is none other than God. He is the one who loved us. He is the one who redeemed us from our sin. So our response to him, our human response to him is worship. On the contrary, what the world is doing is that they are trying to seek God's attention, and they are doing so many things to get that attention from God. So they climb mountains, they go to holy places, they pierce themselves, they do all of these things so that they can grab the attention of God. Whereas we should all understand that true worship is where God is already the initiator and our response to the love that he showed to us. അപ്പം biblical worship, വചനത്തിൽ നമ്മൾ ഈ പറയുന്ന ആരാധന, is always an outpouring of our hearts in response to a realization who God is. ദൈവം ആരാണെന്നുള്ള അറിവിൽ നിന്നും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹൃദയത്തെ തന്നെ അങ്ങ് പകരുന്നതാണ്, ദൈവസന്നിധിയിലേക്ക് പകരുന്നതാണ്. അതാണ് ആരാധന, അല്ലെ? അങ്ങനെയുള്ള ആരാധനയായിട്ട് നമ്മുടെയൊക്കെ ആരാധന മാറട്ടെ. എൻ്റെ പ്രാർത്ഥന, ഈ വരുന്ന ആളുകളിൽ ഈ കോവിഡ് സമയത്ത് ഒരുപക്ഷെ നമുക്ക് ഒരുമിച്ചൊന്നും ഒത്തിരി കൂടാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ ഇരിക്കുന്നിടത്ത്, നമ്മൾ ഒറ്റയ്ക്കും നമ്മൾ കുടുംബമായിട്ട് ഒരുമിച്ച് വരുന്നിടത്തും, നമ്മൾ കഴിയുമെങ്കിൽ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസിലെങ്കിലും നമുക്കൊന്ന് ഒരുമിച്ച് വന്ന് നമ്മുടെ ഹൃദയത്തെ ഒന്ന് ദൈവസന്നിധിയിൽ പകർന്ന്, ദൈവമേ നന്ദി അപ്പാ, നന്ദി. അതിലിപ്പം ഈ നന്ദി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം നന്നായിരിക്കുമ്പോഴല്ല നന്ദി പറയേണ്ടത്. അതിനെപ്പറ്റി ഞാൻ വൈകിട്ട് പറയാം, അല്ലെ? നമ്മൾ ചിന്തിക്കുന്നത് എല്ലാം നന്നായിരിക്കും നമുക്ക് ആരാധിക്കാവുന്ന, എല്ലാം നന്നായിരിക്കും നമ്മൾ ആരാധിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാ മോൻ? നമ്മൾ ഈ ദൈവത്തെ അന്വേഷിക്കുന്നത് എപ്പോഴാ, അല്ലെ? നമ്മളെല്ലാം ഈ പറഞ്ഞ പോലെ എല്ലാം കൈവിട്ട് പോകുമ്പോഴാണ് നമ്മൾ ദൈവസന്നിധിയിൽ വരുന്നത്, ഇല്ല? അത് മനുഷ്യന്റെ ഒരു പ്രകൃതം. പക്ഷെ എല്ലാം കൈവിട്ട് പോകുമ്പോഴും, എല്ലാം നമുക്ക് പ്രതികൂലമായിരിക്കുമ്പോഴും, എല്ലാം നമുക്ക് നഷ്ടപ്പെടുമ്പോഴും, അപ്പോഴും കമന്നു വീണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുമെങ്കിൽ അതാണ് ആരാധന. പ്രിയപ്പെട്ടത്, അതിന്റെ ഡീറ്റെയിലേക്ക് നമുക്ക് പിന്നീട് പോകാം. What is basically true worship? It is an outpouring of your heart, and you do that in response of who God is, in response of your revelation of who God is in your life. So whether your situations are good, whether it is bad, even in worse situations, if you can worship God, and when you worship God pouring out your heart, that is called true worship. ഞാനിപ്പോ രാവിലെ ഈ പറഞ്ഞ ഈ കാര്യം, ചെറിയൊരു കാര്യമേ ഞാൻ ഇപ്പം പറഞ്ഞുള്ളൂ ഇതുവരെ, പക്ഷെ ഇത് ഒന്ന് അകത്തോട്ടൊന്ന് സിങ്ക് ചെയ്യാൻ ഇച്ചിരി സമയം എടുക്കും. ഐ വോണ്ട് യു ടു ടേക്ക് സം ടൈം ആൻഡ് ജസ്റ്റ് ഒന്ന്, ഞാൻ പറഞ്ഞില്ലേ, ഈ മെഡിറ്റേറ്റ് എന്നുള്ള വാക്ക് നമ്മൾ സാധാരണ ധ്യാനിക്കുക, വചനം ധ്യാനിക്കുക എന്നൊക്കെ നമ്മൾ വളരെ കാര്യമായിട്ട് പറയും. പക്ഷെ ആ വാക്കിന്റെ അർത്ഥം, മെഡിറ്റേറ്റ് എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് ഒറിജിനലി വന്ന വാക്ക് ഏതാണെന്നറിയാം? റൂമിനേറ്റ് എന്നുള്ള വാക്കാണ്, അല്ലേ? റൂമിനേറ്റിംഗ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താ? അയവറക്ക. ചില കന്നുകാലികളുണ്ടല്ലോ അയവറക്കം. ഇപ്പം പശു കളയും ഒക്കെ ഈ പുല്ലും കച്ചിയൊക്കെ കടിച്ചു പറിച്ച് തിന്നുമ്പോൾ അത് വായിലൂടെ ഇറങ്ങി നേരെ വയറ്റിലോട്ടല്ല പോകുന്നത്, അത് റൂമൻ എന്ന് പറഞ്ഞൊരു കമ്പാർട്ട്മെന്റ് ഉണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. എന്നിട്ട് എവിടെയെങ്കിലും പോയി ഇത് മിണ്ടാതെ കിടക്കുമ്പം ഈ റൂമനിൽ നിന്ന് ഇത് തിരിച്ച് വായിലോട്ട് വരുമ്പോൾ അതിങ്ങനെ ചവച്ച് അരച്ച് വീണ്ടും അത് ഇറക്കും. അപ്പോഴാണ് അതിൻ്റെ ശരീരത്തിലേക്ക് പോഷകമായിട്ട്, ബ്ലഡ് സ്ട്രീമിലേക്കൊക്കെ അത് പോഷകമായിട്ട് പോകുന്നത്. പിന്നീട് അത് റൂമിനേറ്റ് ചെയ്യുമ്പോഴാണ്. ഇതുപോലെ ഞാൻ തന്നപ്പം നിങ്ങൾ അതിനെ കടിച്ചു പറിച്ച് വിഴുങ്ങി. ഇനി ഇതിനെ തിരിച്ചെടുത്തൊന്ന് എന്ത് ചെയ്യണം? ഒന്ന് അയവിറക്കണം. അതിനാണ് ബൈബിളിൽ പറഞ്ഞ വാക്ക് ധ്യാനിക്കുക. ദയവായി ഞാനിപ്പോൾ ആരാധനയെ പറ്റി പറഞ്ഞ ഈ കാര്യം ദയവായി നിങ്ങൾ അല്പസമയം ഉണ്ടെങ്കിൽ ഒന്ന് ധ്യാനിക്കുക പ്രിയപ്പെട്ടത്. വൈകിട്ട് നമുക്ക് വന്നിട്ട് എൻ്റെ ബാക്കി ഭാഗം നമുക്ക് മറ്റ് വചനഭാഗങ്ങളുമായിട്ട് ചില വ്യക്തികളുടെ ആരാധന എങ്ങനെയായിരുന്നു ബൈബിളിൽ നോക്കാം, വേറെ ആരുടെയും നോക്കുന്നത്. ബൈബിളിൽ നിന്ന് ചിലരുടെ ആരാധന നമുക്ക് നോക്കാം. അത് നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ആരാധനാ ജീവിതത്തിന് ഒരു വലിയ രൂപാന്തരമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. Today, I want the subject that we spoke and we studied about worship to sink deep down in your hearts. Let us meditate about the subject worship, and what exactly is
meditation. Meditation has come from a word called ruminate, and we all know what is what is ruminating. That we see in animals what they do. They though they eat, then they sit quietly down somewhere, and then this food comes back from this organ, and then they start chewing it again, and later on that becomes nutrients in their body. So let us sit with that attitude, with the word of God, and understand what it really means to worship God. And then we will discuss in detail today evening about worship, and we'll see worship in the lives of some people in the Bible. I'm so sorry. ഞാൻ എൻ്റെ വചനം അരമണിക്കൂർ നേരത്തെ നിർത്തുകയാണ്. എനിക്ക് അങ്ങ് ഹോസ്പിറ്റലിലോട്ട് ഓടിപ്പോകണം. എനിക്കിങ്ങനെ കോൾസും മെസ്സേജസും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒന്നും ഓടിപ്പോട്ടെ. ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കുക. God bless you all abundantly. I apologize. I'm in an urgency. I'll have to go to the hospital. I have to see that family as well. But God willing, we'll meet again today evening.